ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ബീഫ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മുരിങ്ങാക്കോലും കത്തിരിക്കയൊക്കെ ഇട്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി വെറൈറ്റി ബീഫ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ബീഫ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഞാനിതാ 2 മുരിങ്ങാക്കോല് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5 കത്തിരിക്കയും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു കിഴങ്ങ് അതും ഞാൻ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് നമുക്കൊരു ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി അരിയും അതുപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ പെപ്പറും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് വറുത്ത് എടുക്കാം. ഇങ്ങനെ വറുത്തെടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കർ വെച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നോണ്ടേ ഒരു 1/4 ടീസ്പൂൺ ഉലുവ നമുക്കിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 വലിയ പച്ചമുളകും കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വേഗത്തിൽ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. നമ്മുടെ സവോള ഒന്ന് ഇച്ചിരി വഴണ്ട് വന്ന സമയത്ത് നമുക്ക് ചുമന്നുള്ളി ഒരു 100 ഗ്രാമോളം ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് പച്ചമണം പോകുന്ന വരയ്ക്കും തന്നെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഒരു വലിയ തക്കാളി ഞാനിതുപോലെ അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഒന്നൊന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഇതുപോലെ ഞാൻ
ഒരു മണിക്കൂർ കുതിരാൻ വെച്ചിരുന്നു. അതും കൂടെ ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പരിപ്പും ഇറച്ചിയും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ കൂടെ ചേർന്ന് ഒരു ഫുൾ ആൻഡ് ഫുൾ പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബീഫ് വേവാനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്കോലും വഴുതനങ്ങയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ബീഫ് ഇട്ട സമയത്ത് തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ബീഫ് വെന്തതിന് ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടതിന് ശേഷം ഒരു വിസിൽ മാത്രം ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അരമൂടി തേങ്ങ ഇതേപോലെ നന്നായിട്ട് അരച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക്. എന്നിട്ട് ഒരു വിസിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾസും കൂടെ ചേർന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരിയുടെയും ചെറിയ ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ പെപ്പറിൻ്റെയും മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കസൂരി മേത്തിയും കൂടെ എൻ്റെ വെള്ളക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ബീഫ് റെസിപ്പി റെഡി ആയിട്ടോ. ഒരു ടൈം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബീഫും കത്രിക്കയും അതുപോലെ തന്നെ മുരിങ്ങാക്കോലും പരിപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ.